ദ ബെസ്റ്റ് ബഡ്ജറ്റ് ബ്ലൂടൂത്ത് സ്പീക്കർ അണ്ടർ 1K. മിക്കവരും നോക്കുന്ന പ്രൈസ് ടാഗാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ കുറേ അധികം നിറയെ ഇങ്ങനെ വാരി വേദറി കിടക്കുകയാണ് നമ്മുടെ ആമസോൺ ഫ്ലിപ്കാർട്ടിലും സ്പീക്കേഴ്സ് ഇഷ്ടം കിടക്കുന്നുണ്ട്. സോ ഞാൻ കുറച്ച് നോക്കിയായിരുന്നു. പക്ഷേ നമുക്ക് നമ്മുടെ ഫീച്ചേഴ്സ് നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ വന്ന ഒരു അടിപൊളി സ്പീക്കർ, അല്ലെങ്കിൽ ആ പ്രൈസിന് പറ്റിയൊരു സ്പീക്കർ, 1Kക്ക് താഴെ പറ്റിയൊരു സ്പീക്കർ ഞാൻ അങ്ങനെ എടുത്തു. കുറച്ച് വലുതാണ്. സോ ഇത് സെബ്രോണിക്സിൻ്റെ ആസ്ട്ര 35 എന്നുള്ളൊരു സ്പീക്കറാണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ലെങ്ത്ത് വരുന്നുള്ള സ്പീക്കറാണ്. പക്ഷേ ലെങ്ത്ത് മാത്രമല്ല, നല്ല സൗണ്ട് ക്വാളിറ്റിയും വരുന്നുണ്ട്. സൗണ്ട് ക്വാളിറ്റി മാത്രമല്ല, 2 ലൈറ്റും വരുന്നുണ്ട്, RGB ലൈറ്റ് വരുന്നുണ്ട്. നല്ല രസം കാണാനായിട്ട്. സോ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഓരോ സൗണ്ട് നോട്ടും വളരെ ക്ലാരിറ്റിയിൽ നമുക്ക് കേൾക്കാൻ പറ്റും. ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരിക്കലും ബേസി അല്ല, ബേസിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പീക്കർ അല്ല ഇത്. മാക്സിമം നമുക്ക് ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന സ്പീക്കറാണ്. ആസ് ഇൻ ഓരോ മ്യൂസിക് നോട്ട്സും ക്ലാസിക്കൽ മ്യൂസിക് കേൾക്കാൻ നേരം, അല്ലെങ്കിൽ അങ്ങനത്തെ ഓരോ ഇൻസ്ട്രുമെൻറ്റ്സ് കേൾക്കാൻ നേരം നല്ല രീതിക്ക് കേൾക്കാൻ പറ്റും. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു വളരെ ബേസി ആയിട്ടുള്ള മ്യൂസിക് കേൾക്കുമ്പോൾ ഇത് വളരെ ഫ്ലാറ്റായിട്ട് തോന്നും. കാരണം ഇത് അതിന് ഉണ്ടാക്കിയ സംഭവമല്ല, ഇറ്റ്സ് നോട്ട് മെയ്ഡ് ഫോർ ദാറ്റ്. സോ നിങ്ങൾക്കൊരു ബേസി മ്യൂസിക് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഈ സംഭവം ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ ഒരു മ്യൂസിക് ക്വാളിറ്റി, ഓവറോൾ ക്വാളിറ്റി അറ്റ് ദിസ് പ്രൈസ് ടാഗ് നിങ്ങൾക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ബെസ്റ്റ് ഓപ്ഷനാണ്. കാരണം വെച്ചാൽ ഇതിൽ ഒരു കോംപ്രമൈസും വരുന്നില്ല. അത്യാവശ്യം ഫീച്ചർ റിച്ച് ആണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഏകദേശം ഇവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ 16 വാട്ട് ഔട്ട്പുട്ട് എന്നാണ് പറയുന്നത്. അതായത് 2 സ്പീക്കർ വരുന്നുണ്ട്, അതുപോലെ തന്നെ 2 ബേസ് റേഡിയേറ്റേഴ്സും വരുന്നുണ്ട്. നമുക്ക് മാക്സിമം വോളിയം വച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് താഴത്ത് പ്ലേസ് ചെയ്തിട്ട് ടേബിൾ പ്ലേസ് ചെയ്തിട്ട് നമ്മളൊന്ന് കൈ വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് അറിയാൻ പറ്റും ബേസ് ഉണ്ട്, കുറച്ച് വൈബ്രേറ്റ് ചെയ്യും, ഒരു വൈബ്രേഷൻ കിട്ടും. ഈവൻ നമ്മൾ ഇത് മേശയിൽ വെച്ചിട്ട് കട്ടിലും കിടക്കാമെപ്പോഴും മാക്സിമം വോളിയത്തിൽ വെച്ച് കഴിഞ്ഞാൽ ചെറിയ രീതിക്ക് നമുക്ക് അതിൻ്റെ ആ ഒരു ബേസിൻ്റെ ഫീൽ കിട്ടുകയും ചെയ്യും. സോ ബേസ് ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ കമ്പാരിറ്റീവ്ലി ബാക്കിയുള്ള മോഡൽസ് വെച്ച് കമ്പയർ ചെയ്ത് നോക്കാൻ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ബോട്ടിൻ്റെ മോഡൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബോട്ടിൻ്റെ മൈക്രോഫോൺ അല്ലെങ്കിൽ ബോട്ടിൻ്റെ ബ്ലൂടൂത്ത് സ്പീക്കർ നോക്കാൻ നേരം അതിൽ കുറച്ചും കൂടി ബേസ് ഹെവി ആയിരിക്കും. ക്ലാരിറ്റിക്കാളും കൂടുതൽ അവർ ഫോക്കസ് ചെയ്യുന്നത് ബേസിലായിരിക്കും. സോ ബേസ് നമുക്ക് ഫീൽ ചെയ്യും. ആ തരത്തിലുള്ള ബേസ് ഇവിടെ നമുക്ക് കിട്ടില്ല, അത്ര ഞാൻ പറഞ്ഞുള്ളൂ. പക്ഷേ അത് വെച്ച് നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഏകദേശം കുറച്ചധികം നേരം യൂസ് ചെയ്തു. സോ യൂസ് ചെയ്ത നേരം കൊണ്ട് എനിക്കിത് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം വെച്ച് കഴിഞ്ഞാൽ നല്ല ബാക്കപ്പ് കിട്ടുന്നത്, ബാറ്ററി ബാക്കപ്പ്, അതാണ് മെയിൻ പ്ലസ് പോയിൻറ്റ്. മിക്കവരും പറയുന്നത് വെച്ചാൽ ഈ മോഡലിന് ഏകദേശം 2 മണിക്കൂർ കിട്ടുന്നുള്ളൂ എന്ന് പറയും. പക്ഷേ ഞാനിപ്പോൾ ഏകദേശം ഒരു 4 മണിക്കൂർ 5 മണിക്കൂർ യൂസ് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, ഈ സെറ്റ് വരുമ്പോൾ ഏകദേശം എനിക്ക് 80% ബാറ്ററി ആയിരുന്നു. ഇപ്പോൾ എനിക്ക് 60% ബാറ്ററിയാണ്. അതായത് 5 മണിക്കൂർ ഏകദേശം വച്ചിട്ട് 20%, മാക്സിമം 30% ബാറ്ററി ഇറങ്ങിയിട്ടുള്ളൂ. ഇപ്പോഴും നിൽക്കുന്നുണ്ട് സംഭവം. സോ ബാറ്ററി ബാക്കപ്പ് ഓക്കെയാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിൽ പല കണക്ഷൻ ഓപ്ഷൻസും വരുന്നുണ്ട്. അതായത് നമുക്കിപ്പോൾ TFT കാർഡ് റീഡർ വരുന്നുണ്ട്. അതൊക്കെ പ്രാചീന സംഭവമാണ്. ബട്ട് സ്റ്റിൽ ആൾക്കാർ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അത് യൂസ് കേസ് വരും. ബ്ലൂടൂത്ത് 5.3 വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഓക്സ് കേബിൾ കണക്ടിവിറ്റി വരുന്നുണ്ട്. സോ ബ്ലൂടൂത്ത് ഇല്ലാത്ത ആരാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഇല്ലാത്ത ആരും ഉണ്ടാവില്ല. ബട്ട് ആ ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. കുറച്ചുകൂടി ക്ലാരിറ്റിയിലൊക്കെ മ്യൂസിക് കേൾക്കാൻ പറ്റും ഓക്സ് കേബിൾ കുത്തി കഴിഞ്ഞാൽ. അതാണ് മെയിൻ യൂസ് കേസ്. പിന്നെ USB കണക്ടിവിറ്റിയും വരുന്നുണ്ട്. Type-C ചാർജിങ് പോർട്ടാണ് വരുന്നത്. സോ എല്ലാം കൊണ്ടും ഇത് ഫോർ ദ പ്രൈസ്, ലൈക്ക് ഈവൻ FM റേഡിയോ, ലൈക്ക് ഐ വാസ് എക്സ്പെക്ടിങ് ദാറ്റ്. FM റേഡിയോയിൽ വരുന്നുണ്ട്. FM റേഡിയോ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല. ബട്ട് എനിക്കതിലൊരു റിസപ്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ബട്ട് വി ഹാവ് ദാറ്റ് ഓപ്ഷൻ. പിന്നെ ബട്ടൺ എന്ന് വെച്ചാൽ 3 ബട്ടൺ വരുന്നുണ്ട്. ഒരു മോഡ് ബട്ടൺ വരുന്നുണ്ട്. നമുക്ക് ഈ FM റേഡിയോ മാറ്റാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. FM റേഡിയോ അല്ലെങ്കിൽ നമ്മുടെ TFT കാർഡ് റീഡറിലേക്ക് മാറ്റാനുള്ള ഓപ്ഷൻ, അല്ലെങ്കിൽ ഓക്സിലേക്ക് മാറ്റാനുള്ള ഓപ്ഷൻ. പിന്നെ +or - വോളിയം +or - ഓപ്ഷൻ വരുന്നുണ്ട്. പിന്നെ ഒരു നെക്സ്റ്റ് ട്രാക്ക്, അടുത്ത ട്രാക്കിലേക്ക്, അല്ലെങ്കിൽ ട്രാക്ക് പോസ് ചെയ്യാനോ നെക്സ്റ്റ് ട്രാക്കിലേക്ക് പോകാനുള്ള ഓപ്ഷൻ ആ സെയിം ബട്ടണിലാണ് അത് ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു ഇൻഡിക്കേറ്ററും വരുന്നുണ്ട്. ബ്ലൂടൂത്ത് മോഡാണെങ്കിൽ ബ്ലൂടൂത്ത് മോഡൊന്ന് കാണിക്കാനും. പക്ഷേ ഓരോ മോഡിലാകുമ്പോഴും ഇത് ഓട്ടോമാറ്റിക്കലി ഓക്കെ യുവർ ബ്ലൂടൂത്ത് മോഡ് അല്ലെങ്കിൽ യുവർ കണക്റ്റഡ്, അങ്ങനെ ഒരു കൺഫർമേഷൻ പോലെ ഒക്കെ ഓരോ പ്രാവശ്യം കിട്ടുന്നുണ്ട്. സോ നമുക്ക് അതിൻ്റെ ഒരു ഇൻഡിക്കേറ്റർ ആവശ്യം വരുന്നില്ല, നോക്കാൻ ആവശ്യം വരുന്നില്ല. സോ ഞാൻ എന്തുകൊണ്ടാണ് ഞാൻ സ്പീക്കർ ക്വാളിറ്റി കേൾപ്പിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും കറക്റ്റ് ഒരു സംഭവം നമ്മുടെ വീഡിയോയിൽ കേൾപ്പിക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ പല ഫാക്ടേഴ്സുണ്ട്. നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന മൈക്രോഫോൺ അത്ര അഡ്വാൻസ് ആയിരിക്കണം, എന്നാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിച്ച ഒരു ക്വാളിറ്റി നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുള്ളൂ.
പിന്നെ നിങ്ങൾ ഉപയോഗിക്കുന്ന ആ ഒരു മൈക്രോഫോണും മാക്സിമം ക്വാളിറ്റി ആയിരിക്കണം, എന്നാലേ ഈ റെക്കോർഡ് ചെയ്ത ക്വാളിറ്റി മാക്സിമം നിങ്ങൾക്ക് എത്തുകയും ചെയ്യുള്ളൂ. സോ അതുകൊണ്ട് ഞാൻ ഒരു സൗണ്ട് ക്വാളിറ്റി എല്ലാ വീഡിയോ കാണിക്കുന്ന പോലെ കാണിക്കാതിരിക്കുന്നത്. ബട്ട് ട്രസ്റ്റ് മീ, ഫോർ ദ പ്രൈസ് ദിസ് ഈസ് ഗുഡ്, നോ കോംപ്രമൈസസ്. ബേസ് ഉണ്ടാവില്ല, അത് ആദ്യം പറഞ്ഞേക്കാം, പക്ഷേ ബേസ് ഉണ്ടാവില്ല ആസ് ഇൻ കുറവായിരിക്കും കമ്പാരിറ്റീവ്ലി. ബട്ട് ക്ലാരിറ്റി, പക്ക ക്ലാരിറ്റിന് ഒരു കുഴപ്പമില്ല. നല്ല ബാറ്ററി ബാക്കപ്പ് ഉണ്ട്. ബേസിക്കലി ഐ വാസ് ലുക്കിംഗ് ഫോർ ദാറ്റ്. സോ അതെല്ലാം ഇതിൽ വരുന്നുണ്ട്. സോ under 1K this is the best option. I got it for 730. It's the best deal I got in recent time. So that's all for this small video. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഈ പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് താഴെ ഇട്ടേക്കാം വാങ്ങിക്കാൻ ഉദ്ദേശിച്ചുണ്ടെങ്കിൽ. So that's all for this small video. Thanks for watching. Catch you guys next one.